ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തട്ടുദോശ സാമ്പാറും കേട്ടോ. തക്കാളി, വെണ്ടയ്ക്ക, ചേമ്പ്, പരിപ്പിട്ടിട്ടോ സാർ. ചൂട് തട്ടുദോശയാണ് സൺഡേ സ്പെഷ്യൽ. ഹായ് ഗൈസ്, ഞാൻ ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടി എൻ്റെ പേപ്പറൊക്കെ ശരിയാക്കി. അപ്പോൾ ഒറിജിനൽ പേപ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ അവിടെ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നത്, എന്താണ് കൊടുക്കുന്നത് എന്നൊക്കെ ഭയങ്കര ചോദ്യം. വൃത്തിയാണോ ഭക്ഷണം, ഹൈജീനിക് ആണോ, അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലായി. ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. കിട്ടിയില്ലല്ലോ. കോഫി ഷോപ്പിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൾ പോലെ കോഫി, ഒരു ദിവസം ബ്രൂ കോഫി, ഒരു ദിവസം പിന്നെ മസാല ചായ, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. സ്നാക്സ് ആയിട്ട് ക്രീം ബണ്ണ്, ചോക്ലേറ്റ് ബണ്ണ്, മസാല ബണ്ണ്, കുക്കീസ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് തന്നില്ല. പള്ളിക്ക് ബ്രാഞ്ചിലുള്ള ഫുഡിൻ്റെ അടുത്ത മേഡം ഇരുന്നു. അവിടെ എന്നെ വിളിച്ചിട്ട് കോഫി തുടങ്ങിയിട്ടു. പിന്നെ സ്നാക്സ് ആയിട്ട് ക്രീം ബണ്ണ്, ചോക്ലേറ്റ് ബണ്ണ്, മസാല ബണ്ണ് പറ്റില്ല, പിന്നെ ഫുഡ് ഇൻഫെക്ഷൻ ആവും, നിങ്ങളെങ്ങനെ ഉണ്ടാക്കണ, നല്ല വൃത്തിക്കാണ് ഉണ്ടാക്കണ, നിങ്ങളുടെ വെള്ളം എങ്ങനെയാണ്, ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്ത വെള്ളമൊക്കെയാണ്, നിങ്ങൾ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ, അതൊക്കെയാണ് ചോദിക്കണം. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കച്ചവടം ഞാൻ നോക്കി. അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പേപ്പർ ശരിയാവില്ല, എല്ലാവർക്കും ചെയ്ത് കിട്ടണമല്ല ഫുഡിൻ്റെ അല്ലേ. പക്ഷെ അവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തെങ്കിലും അവർ ഭയങ്കര പൊടിയാണ് റോട്ടിലൊക്കെ. അപ്പോൾ നിങ്ങളെങ്ങനെ കൊടുക്കും ഭക്ഷണം, ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ച് ഫുഡ് പോയിസൺ വരില്ലേ? അത് അവർ പറഞ്ഞത് ശരിയാണ്, ഫുഡ് പോയിസൺ വരുമ്പോൾ. പക്ഷെ നമ്മൾ അത്രയും ഡബ്ബകളും കാര്യങ്ങളും ഫ്ലാസ്കും എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി. എൻ്റെ പൊട്ടത്തരത്തിനെല്ലാം മേടിച്ചു. പക്ഷെ വാങ്ങിച്ചത് ആ പേപ്പർ തരാൻ അവരിങ്ങനെയൊക്കെ ചോദിക്കണം. നിങ്ങൾ വാങ്ങിച്ച സാധനങ്ങളുടെ ഫോട്ടോ അതൊക്കെ നമ്മൾ അയച്ചു കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച്. ഞാനോടൊന്നും പറയാൻ പറ്റും, എന്ത് പറയാന്, അവരൊക്കെ ഓഫീസർമാരല്ല, നമ്മളെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ വിഷയവും. ഞാനത് വേണ്ടാന്ന് വെച്ച് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എൻ്റെ ഒരു എന്തോ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം ഞാൻ പറയില്ല കേട്ടോ. ദൈവമൊന്നും നമ്മളെ കടാശിക്കില്ല. എല്ലാവർക്കും പരിപ്പൊരി കൊടുക്കും, ഇല്ലാത്തവർ എന്നും ദരിദ്രമായിട്ട് ജീവിക്കും. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കോഫി ഷോപ്പ് സ്റ്റാൾ തുടങ്ങും. പക്ഷെ നടന്നില്ല, ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ ഞാൻ ആ സാധനങ്ങൾ വാങ്ങിച്ചത് ഞാനൊന്ന് വിളിച്ചിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് തുടങ്ങാൻ പറ്റില്ല, പക്ഷെ ഈ സാധനം എനിക്ക് ഗുണമില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തോ അവരെല്ലാവരും തിരിച്ചെടുത്ത് ഫ്ലാസ്ക് അത് ഇത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. ഒരു 10,000 സാധനം നമ്മൾ വാങ്ങിയത്. പിന്നെ അവിടെ ലൈറ്റ് വേണമല്ലോ, അപ്പം അത് കാരണം ലൈറ്റിന് വേണ്ട ബാറ്ററിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ വിളിക്കുന്നത്. അപ്പം പുറത്തന്വേഷിച്ചപ്പോൾ ഞാൻ കിട്ടും, കുഴപ്പമൊന്നുമില്ല.
അപ്പം മേഡത്തിനോട് പറഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല, അതാണ് ഇതാണ്, എനിക്ക് ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ വരുന്നതെന്നൊക്കെ പുള്ളിക്കാരത്തി ഭയങ്കര പറയും. അപ്പം അത് കഴിഞ്ഞിട്ട് അവരൊരു ഇത് പറയണം, അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3500 അടച്ച് കോർപ്പറേഷനിൽ അടച്ചിട്ട് പിന്നെ ചെയ്തോളൂ. അപ്പം കോർപ്പറേഷനിൽ അടക്കാൻ നമ്മൾ കടകളോട് കടയായിട്ട് ഫിറ്റ് ചെയ്യുന്നില്ലല്ലോ. ഒരു സ്റ്റാൾ വൈകിട്ടാകുമ്പോൾ നമ്മൾ എല്ലാം തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരും. അതാണെങ്കിൽ അവർക്ക് പൊടിയോ മലിനമോ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. 3500 അടച്ചാൽ ഞാനത് അടച്ചില്ല, വാങ്ങിയ സാധനമൊക്കെ തിരിച്ചു കൊടുത്ത്. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, മറൈൻ ഡ്രൈവിൽ പോയി നോക്ക് നിങ്ങൾ, അവിടെ എന്തുമാത്രം ആൾക്കാരായിട്ട് കിട്ടുന്നു. അതെനിക്കറിയില്ല, അതെൻ്റെ ഏരിയ അല്ല, അതെൻ്റെ ഏരിയ അല്ലാന്ന് ഞാനത് വേണ്ടാന്ന് വെച്ച് നടക്കുമായിരിക്കും. അടുത്ത ശ്രമിക്കുന്നേ ശ്രമിച്ച് കടയാക്കി എടുക്കണം. അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ തട്ടുദോശ റെഡിയായി. തട്ടുദോശയും സാമ്പാറും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ.